ഡൽഹി IAS കോച്ചിംഗ് സെന്റർ അപകടത്തിൽ പ്രതിഷേധം ശക്തമാക്കി വിദ്യാർത്ഥികൾ. കരോൾ ബാഗ് മെട്രോ സ്റ്റേഷന് സമീപം വിദ്യാർത്ഥികൾ റോഡ് ഉപരോധിക്കുന്നു. കരോൾ ബാഗിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഈ അപകടത്തിന് പിന്നാലെ ഇപ്പോൾ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് പ്രമുഖ നേതാക്കളൊക്കെ എത്തുമ്പോഴും അവർക്കെതിരെയും പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടായിരുന്നു. നിലവിലെ ഈ പ്രതിഷേധം അത് എങ്ങനെയാണിപ്പോൾ? പ്രവിധ, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഡൽഹിയിലെ ഏറ്റവും തിരക്കേറിയ ഒരു റോഡാണ്. പടിഞ്ഞാറൻ ഡൽഹിയിലേക്ക് സെൻട്രൽ ഡൽഹിയെ ബന്ധിപ്പിക്കുന്ന റോഡാണ് ഈ കാണുന്നത്. കരോൾ ബാഗ് മെട്രോ സ്റ്റേഷന് താഴെയാണ് 1000-ഓളം വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഒത്തുകൂടി റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നത്. അല്പസമയമായി ഇവർ ഇവിടെ തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ റോഡിലെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ് നിലവിൽ പോലീസ്. വൈകാരികമായ ഒരു പ്രതിഷേധമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അവരോടൊപ്പം പഠിക്കുന്ന 3 വിദ്യാർത്ഥികൾ ഈ പഠിക്കുന്ന സ്ഥാപനത്തിൽ വെച്ച് തന്നെ മുങ്ങി മരിക്കാൻ ഇടയാക്കിയിരിക്കുന്നു. അത് അഴുക്കുവെള്ളത്തിൽ മുങ്ങി മരിക്കാൻ ഇടയാക്കിയിരിക്കുന്നു. അധികൃതരുടെ ഭാഗത്തു നിന്നും വലിയ അനാസ്ഥ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ കഴിഞ്ഞ കാലങ്ങളായി അവർക്ക് നേരിടേണ്ടി വരുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പലതും, ചൂഷണം, വലിയ വാടക തന്നെ റൂമുകൾക്ക് നൽകേണ്ടി വരുന്നു. എന്നിട്ടും അവർക്ക് ലഭ്യമാകുന്ന അത് വെള്ളം കയറുന്ന മുറികളാണ്. സമാനമായി തന്നെ ഈ കോച്ചിങ് സെന്ററുകൾ വലിയ ഫീസ് ഈടാക്കുമ്പോഴും വിദ്യാർത്ഥികളുടെ സുരക്ഷ പോലും നോക്കാത്ത തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുമ്പോൾ പോലീസിന് ഒരു നടപടിയെടുക്കാനോ അവരെ തടയാനോ പോലും കഴിയുന്നില്ല. രാവിലെ മുതൽ തന്നെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികളോട് പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അനുനിമിഷം അവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ എത്തിച്ചേർന്നിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ പോലീസ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. പുതിയതായി എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഒഴിപ്പിക്കുകയാണ്. ഇവിടെ നിന്നും കൂടുതൽ പോലീസുകാരെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ പോലീസിനെ കൂടാതെ അർദ്ധസൈനിക വിഭാഗങ്ങൾ, CRPF, ദ്രുതകർമ്മസേന അടക്കമുള്ളവർ എത്തിയിരിക്കുന്നു. കൂടുതൽ പോലീസുകാർ എത്തുകയാണ്. വിദ്യാർത്ഥികളെ ഇവിടെ നിന്നും മാറ്റാൻ ലക്ഷ്യം വെച്ചുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉന്നത റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, DCP M ഹർഷവർദ്ധൻ അടക്കമുള്ള പോലീസ് സംഘമാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അത് പോലീസിൻ്റെ മറ്റ് വാഹനങ്ങളും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്നാൽ മാറാൻ പോലീസ് തയ്യാറല്ല, മാറാൻ വിദ്യാർത്ഥികൾ തയ്യാറല്ല എന്നാണ് വിദ്യാർത്ഥികൾ അറിയിക്കുന്നത്. ഒരു തരത്തിലും മാറാൻ കഴിയില്ല എന്നും തങ്ങൾക്ക് എതിരെ ഒരു നടപടി ഉണ്ടാകരുത്, ന്യായമായ ആവശ്യമായാണ് ഈ പ്രതിഷേധം എന്നുമാണ് വിദ്യാർത്ഥികൾ പോലീസുമായി നടത്തുന്ന സംഭാഷണത്തിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. IAS കോച്ചിംഗ് സെന്റർ അപകടത്തിലാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. കരോൾ ബാഗ് മെട്രോ സ്റ്റേഷന് സമീപം ഇപ്പോൾ വിദ്യാർത്ഥികൾ റോഡ് ഉപരോധിക്കുകയാണ്. വിശദാംശങ്ങളാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്.